ഇനി കളി മാറും വിജയ. പോലീസ് സ്റ്റേഷനിൽ ചോര വീഴില്ല ഇനി. കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ ചവിട്ടിയരയ്ക്കപ്പെട്ട ജന്മങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അനിശ്ചിതകാല സത്യാഗ്രഹമിരിക്കാൻ കോൺഗ്രസ് MLA-മാർ മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞു. തീരാത്ത കളങ്കം തീർത്ത പോലീസിനെതിരെ ഇന്ന് സഭയിൽ ഉയർന്ന ചർച്ച സഭാ ചരിത്രത്തിൽ ഇടം പിടിക്കുന്നതായിരുന്നു. മുഖ്യമന്ത്രിയുടെ മൗനവും മന്ത്രിമാരുടെ പ്രസ്താവനകളും ഉയർത്തി പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ MLA-മാരും ആഞ്ഞടിക്കുകയായിരുന്നു. ഒരു യൂത്ത് കോൺഗ്രസ്കാരൻ എന്നല്ല, കേരളത്തിലെ ഒറ്റ പൗരനും ഇത് സംഭവിച്ചുകൂടാ. നികുതിപ്പണം പിരിച്ചു വാങ്ങുന്ന സർക്കാരിന് ഓരോ കേരളീയനെയും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. അല്ലാതെ അവനെ കാക്ക് ധരിച്ച കാണ്ടാമൃഗങ്ങൾക്ക് മുന്നിൽ എറിഞ്ഞിട്ട് കൊടുത്ത് മാറിച്ചിരിക്കുന്ന സൈക്കോ വ്യക്തിത്വമായി മുഖ്യമന്ത്രി മാറുകയല്ല വേണ്ടത്. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ മർദ്ദിച്ച സംഭവം പുറത്തായതോടെയാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ ഇടപെട്ടത്. ശക്തമായി പോലീസിനെ ചോദ്യം ചെയ്യുകയും ആഭ്യന്തര വകുപ്പിന്റെ പിടിപ്പുകേട് ഉയർത്തി പ്രതിഷേധങ്ങൾ കോൺഗ്രസ് ശക്തമാക്കിയതോടെയാണ് കേരളത്തിന്റെ പോലീസ് സ്റ്റേഷനിൽ നടന്ന ക്രൂരതകളുടെ പരമ്പര പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുവരെ പോലീസിനെ ഭയന്ന് ഒളിച്ചു കഴിഞ്ഞിരുന്ന ജനങ്ങൾ കോൺഗ്രസ് സംരക്ഷണയിൽ ഭയം വലിച്ചെറിഞ്ഞ് പുറത്തു വന്ന് തങ്ങൾ പോലീസുകാരിൽ നിന്നും അനുഭവിച്ച ക്രൂരതകൾ പുറത്തു പറഞ്ഞുകൊണ്ടേയിരുന്നു. തെളിവുകളായി CCTV ദൃശ്യങ്ങൾ ഹാജരാക്കിയതോടെയാണ് ജനമൈത്രി പോലീസിന്റെ മുഖംമൂടി പൊഴിഞ്ഞു വീണത്. പണം കൊടുത്തും ഭീഷണി മുഴക്കിയും ഇരകളുടെ മേൽ സമ്മർദ്ദങ്ങളുമായി പോലീസ് പരക്കം പായുന്നതും നമ്മൾ കണ്ടു കഴിഞ്ഞു. കേരളം അമ്പരപ്പോടെ പോലീസിന്റെ ക്രൂരതകളെ കണ്ടറിയുമ്പോൾ പക്ഷേ കേരളത്തിന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുമെന്ന് സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരത്തിൽ കയറിയ ജനകീയ സർക്കാർ ജനവിരുദ്ധ നയമാണ് കൈക്കൊണ്ടത്. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ മൗനം പൂകി. യൂത്ത് കോൺഗ്രസും KSUവും തെരുവിൽ പ്രതിഷേധങ്ങൾ കടുപ്പിച്ചപ്പോൾ സഭയിൽ പ്രതിപക്ഷ MLA-മാർ പിണറായി വിജയന്റെ പോലീസ് രാജിനെതിരെ ശക്തമായ ഭാഷയിൽ വീശി അടിക്കുകയായിരുന്നു. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ പിണറായി വിജയന്റെ നിയന്ത്രണത്തിൽ പോലീസ് നിൽക്കാതെ കാടത്ത മനോഭാവത്തോടെ അഴിഞ്ഞാടുന്ന പോലീസിന്റെ ഭ്രാന്തിനെ തളയ്ക്കാൻ കെൽപ്പില്ലാത്ത ഒരു മുഖ്യമന്ത്രി ഇവിടം വിട്ട് ഇറങ്ങിപ്പോകണമെന്നാണ് പ്രതിപക്ഷ നേതാവ് മുഖത്തടിച്ചതുപോലെ പറഞ്ഞത്. മാത്യു കുഴൽനാടനും അനൂപും ഷാഫി പറമ്പിലും തുടങ്ങി പ്രതിപക്ഷ MLA-മാർ പറഞ്ഞതൊക്കെയും പുല്ല് വില കൊടുത്തുകൊണ്ട് സഭയെ ഒന്നാകം തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം മുഖ്യമന്ത്രിയുടെ മറുപടിയും ഇന്ന് വന്നു. അത് കേരള ജനതയെ മൊത്തത്തിൽ സ്തബ്ധരാക്കുകയാണ് ഉണ്ടായത്. ക്രിമിനലുകളായ പോലീസുകാരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് മുഖ്യമന്ത്രി നടത്തിയത്. ഈ ക്രിമിനലുകളെ പുറത്താക്കുന്നത് വരെ കോൺഗ്രസ് പ്രതിഷേധം തുടരാനുള്ള ശക്തമാക്കാനുള്ള തീരുമാനം കൈക്കൊണ്ട് കോൺഗ്രസ് MLA AK അഷ്റഫും സനീഷ് കുമാറും സെക്രട്ടേറിയറ്റ് നടയിൽ അനിശ്ചിതകാല സത്യാഗ്രഹം ഇരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഇത് സ്റ്റാലിൻ്റെ രക്ഷയല്ല, കേരളമാണ് എന്ന് പിണറായി വിജയൻ ഓർക്കണം എന്ന് VD സതീശൻ പറഞ്ഞു. ഇനി സമരത്തിൻ്റെ ഭാവം മാറും, രൂപം മാറും. കോൺഗ്രസ് ആഞ്ഞടിക്കും. തെരുവിൽ നീതിക്ക് വേണ്ടി ഉയരുന്ന ആർത്തനാദങ്ങളെ ചവിട്ടിമെതിക്കാൻ കെൽപ്പുള്ള ഇരട്ടച്ചങ്കൻ ഉണ്ടെങ്കിൽ വാ. ജനത്തിൻ്റെ സംരക്ഷണത്തിനായി കോൺഗ്രസ് ഉയർത്തുന്ന പ്രക്ഷോഭം ഇനി ഇവിടെ ആളിക്കത്തും. അത് പിണറായിപ്പുരയുടെ അധികാര ഇടനാഴികളിൽ വീശിയടിക്കും. ജനരക്ഷയ്ക്കായി നിങ്ങൾ നൽകിയ വാഗ്ദാനങ്ങൾ വെള്ളത്തിൽ മുളച്ച കുമിളകളിലായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ ജനം ഈ പ്രക്ഷോഭങ്ങളെ ഏറ്റെടുക്കും. ഏകാധിപത്യ പിണറായിസം തകർത്തെറിഞ്ഞ് ജനാധിപത്യ പ്രക്രിയ കോൺഗ്രസിനെ ഏൽപ്പിക്കും. AK അഷ്റഫും അനീഷും കൊളുത്തുന്ന സമരത്തീ ലക്ഷോപലക്ഷം ജനങ്ങളിലേക്ക് കോൺഗ്രസ് പടർത്തിവിടും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.